സുകുമാരക്കുറുപ്പ് എന്ന പേര് മലയാളി ഉള്ളിടത്തോളം കാലം മറക്കില്ല. ഇന്നും അഴിയാത്ത ദുരൂഹത ബാക്കിയാക്കി പോലീസിനെയും സർക്കാർ സംവിധാനങ്ങളെയും കബളിപ്പിച്ച് സുകുമാരക്കുറുപ്പ് ഒളിവിൽ പോയിട്ട് 42 വർഷം കഴിയുകയാണ്. ഒടുവിൽ ഒരിക്കൽ കൂടി ഓപ്പറേഷൻ കുറുപ്പിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അനുമതി നൽകുമ്പോൾ പ്രതീക്ഷകൾ കൈവിടുന്നില്ല കേരള പോലീസ്. ആഭ്യന്തരമന്ത്രിയുടെ കടുത്ത നിർദ്ദേശത്തിൽ പോലീസ് പ്രാഥമിക പരിശോധന വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. മാവേലിക്കര കോടതി മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ രഹസ്യ ഫയൽ വീണ്ടും തുറക്കാൻ പോകുകയാണ് കേരള പോലീസ്. കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടിന് അറുതി വരുത്തണമെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശിക്കുന്നത്. 42 വർഷം മുൻപ് കേരളത്തെ നടുക്കിയ ചാക്കോ വധക്കേസിലെ ഒന്നാം പ്രതി പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തണമെന്ന കർശന നിർദ്ദേശം ചെന്നിത്തല നൽകുമ്പോൾ കേസിൽ വഴിത്തിരിവുണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് മലയാളികൾ. സഹോദരി ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം 40 വർഷമായി ഒളിവിലിരുന്ന ഒരു പ്രതിയെ കഴിഞ്ഞ ദിവസം കൊല്ലം പോലീസ് വലയിലാക്കിയിരുന്നു. ഈ അറസ്റ്റോടെയാണ് 40 വർഷം ഒളിവിലിരുന്നവനെ പൊക്കാമെങ്കിൽ 42 വർഷമായി പോലീസിനെ വെട്ടിച്ചു നടക്കുന്ന സുകുമാരക്കുറുപ്പ് എവിടെ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ വീണ്ടും ഉയരുന്നത്. വിഷയം ഗൗരവമായി എടുത്ത ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കുറുപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും പ്രാഥമിക പരിശോധനകൾ നടത്താനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അടിയന്തര നിർദ്ദേശം നൽകുകയായിരുന്നു. പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും തങ്ങളുടെ സർവീസ് കാലയളവിൽ അന്വേഷിച്ചിട്ടും കണ്ടെത്താനാകാത്ത സുകുമാരക്കുറുപ്പ് ഫയൽ തന്നെയാണ് ചെന്നിത്തല ഇപ്പോൾ വീണ്ടും തുറപ്പിക്കുന്നത്. കുറുപ്പ് ജീവിച്ചിരിപ്പില്ലെന്ന നിഗമനത്തിലാണ് മുൻപ് അന്വേഷിച്ച പല ഉദ്യോഗസ്ഥരും എത്തിച്ചേർന്നത്. എന്നാൽ കേരള പോലീസിന്റെ ഔദ്യോഗിക രേഖകളിൽ കുറുപ്പ് മരിച്ചതായി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. 42 വർഷമായിട്ടും കുറുപ്പ് മരിച്ചതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല. അവൻ എവിടെയെങ്കിലും വേഷം മാറി ജീവിക്കുന്നുണ്ടാകാം. നിയമത്തിന് മുന്നിൽ ആരും രക്ഷപ്പെടരുത്. ഫയലുകൾ കൃത്യമായി പരിശോധിച്ച് അന്വേഷണം ഊർജിതമാക്കണമെന്നാണ് ആഭ്യന്തരമന്ത്രി ആഭ്യന്തര വകുപ്പിലെ ഉന്നതർക്ക് നൽകിയ കർശനമായ നിർദ്ദേശം. അതിന്റെ ആദ്യപടിയായിട്ടാണ് മാവേലിക്കര കോടതിയിലെ LP 22/84 ഫയൽ പൊടിത്തട്ടി എടുത്തിരിക്കുന്നത്. 1984 ജനുവരി 22-നായിരുന്നു കേരളത്തെ ആകെ നടുക്കിയ അക്രൂരമായ കൊലപാതകം നടന്നത്. സുകുമാരക്കുറുപ്പിന്റെ പേരിലുള്ള ലക്ഷങ്ങളുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി കുറുപ്പിനോട് രൂപസാദൃശ്യമുള്ള ചാക്കോ എന്ന ഫിലിം റെപ്രസെന്റേറ്റീവിനെ കാറിനുള്ളിലിട്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കത്തിക്കുകയായിരുന്നു. കേസിലെ മറ്റ് പ്രതികളായ ഭാസ്കരപിള്ള, പൊന്നപ്പൻ എന്നിവരെ ജീവപര്യന്തം തടവിന് വിധിക്കുകയും സരസമ്മ, തങ്കമണി എന്നിവരെ തെളിവില്ലാത്തതിനാൽ വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ ഒന്നാം പ്രതിയായ കുറുപ്പിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. മാവേലിക്കര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മാവേലിക്കര PS ക്രൈം നമ്പർ 22/84 എന്ന കേസ് ഫയൽ ഇപ്പോഴും ലോങ് പെൻഡിംഗ് പട്ടികയിലാണുള്ളത്. പുതിയ എന്തെങ്കിലും തെളിവ് ലഭിച്ചാൽ ഈ ഫയൽ വീണ്ടും തുറക്കാമെന്ന വ്യവസ്ഥയുണ്ട്. ഇതാണ് ഇപ്പോൾ ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരം പോലീസ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ മാത്രം മുൻപ് സുകുമാരക്കുറുപ്പിനോട് സാമ്യമുള്ള 32 പേരെ പോലീസ് സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിദേശത്തും അന്യസംസ്ഥാനങ്ങളിലും ലക്ഷങ്ങൾ പൊടിച്ച് അന്വേഷണം നടത്തിയിട്ടും പോലീസിന് ഒന്നും കിട്ടിയില്ല. എന്നാൽ പുതിയ സാങ്കേതിക വിദ്യയുടെയും സൈബർ ഫോറൻസിക് വിദ്യകളുടെയും സഹായത്തോടെ കുറുപ്പിന്റെ ബന്ധുക്കളുടെ വിദേശ യാത്രകളും സാമ്പത്തിക സ്രോതസ്സുകളും വീണ്ടും നിരീക്ഷിക്കാനാണ് പോലീസിന്റെ നീക്കം. ആഭ്യന്തരമന്ത്രിയുടെ കടുത്ത നിർദ്ദേശം വന്നതോടെ ക്രൈംബ്രാഞ്ച് സംഘം പ്രാഥമിക പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു. VD സതീശൻ സർക്കാരിന്റെ കാലത്ത് ഈ 42 വർഷത്തെ നിഗൂഢതയ്ക്ക് അറുതിയാകുമോ അതോ പഴയതുപോലെ അന്വേഷണം വഴിമുട്ടുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും.